നമ്മൾ പറയാൻ പോകുന്ന കഥയിലെ വില്ലൻ ഒരു പൂവൻ കോഴിയാണ്. പൂവൻ കോഴി കൂവുന്നത് കൊണ്ട് ഉറക്കം പോകുന്ന രോഗിയായ പ്രായമുള്ളയാളാണ്. പൂവൻ കോഴിയുടെ പൊറുതി ഇപ്പോഴുള്ള സ്ഥലത്ത് നിന്ന് മാറ്റാൻ ഉത്തരവായിരിക്കുകയുമാണ്. ഈ ഉത്തരവിന് ഇടയാക്കിയിട്ടുള്ളത് പത്തനംതിട്ട അടൂർ പള്ളിക്കൽ നിന്നുള്ള ഒരു പരാതിയാണ്. രാധാകൃഷ്ണ കുറുപ്പ് അതാണ് പരാതിക്കാരൻ. വിമുക്ത ഭടനാണ്. ഏറെക്കുറെ 80-നടുത്ത് പ്രായമുണ്ട്. വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. വീടിന്റെ 2ാം നിലയിലാണ് അദ്ദേഹത്തിന്റെ കിടപ്പുമുറി. തൊട്ടടുത്ത വീട്ടിലെ താമസക്കാരൻ അനിൽകുമാർ അദ്ദേഹത്തിന്റെ വീട്ടിലെ കോഴിക്കോടിന്റെ സ്ഥാനം ടെറസിന് മുകളിലാണ്. ചുരുക്കത്തിൽ രാധാകൃഷ്ണക്കുറുപ്പിന്റെ കിടക്കയുടെ സ്ഥാനവും അയൽവക്കത്തെ വീട്ടിലെ കോഴിക്കോടിന്റെ സ്ഥാനവും ഏറെക്കുറെ ഒരേ നിരപ്പായി വരും. പൂവൻകോഴിയാണെന്നതോട് തന്നെ അതിരാവിലെ അത് ഉണരും. അതുപോലെ തന്നെ 2:30-2:45 സമയത്ത് കൂകി വിളിച്ചു തുടങ്ങും. അങ്ങനെ പൂവൻകോഴിയുടെ കൂക്കു വിളി കൊണ്ട് രാധാകൃഷ്ണക്കുറുപ്പിൻ്റെ സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ ഉറക്കം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഇതൊരു നിരന്തര സംഭവമായി മാറിയിരിക്കുകയാണ്. ഏറെക്കുറെ 1.5 വയസ്സ് പ്രായമുള്ള സാമാന്യ ആരോഗ്യമുള്ളതാണ് പൂവൻകോഴി. അങ്ങനെ അദ്ദേഹം ആദ്യം ഈ പരാതിയുമായി അനിൽകുമാറിൻ്റെ കുടുംബാംഗങ്ങളെ സമീപിച്ചു. അവർ വഴങ്ങാൻ തയ്യാറായില്ല. അങ്ങനെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്തു. വില്ലേജ് ഓഫീസർ സമീപിച്ചു. അവരുടെ ഇടപെടലൊന്നും ഫലം കാണാതെ വന്നതോടുകൂടിയാണ് അടൂർ RDOയ്ക്ക് പരാതി നൽകുന്നത്. അദ്ദേഹം 2 വിഭാഗത്തിലെ ആളുകളെയും കേട്ടു. പരാതിയിൽ ഉന്നയിക്കുന്നത് പോലെ തന്നെ കുഴപ്പക്കാരനാണ് ഈ പൂവൻകോഴി എന്ന് കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത്. അതായത് വീടിൻ്റെ ടെറസിൽ നിന്നും കോഴിക്കോടിൻ്റെ സ്ഥാനം മുറ്റത്ത് നലകല്ലിനോട് ചേർന്ന് കിഴക്ക് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നുള്ളതാണ്.